SDP ഭയപ്പെടുത്താം എന്നാണ് RSSകാർ വിചാരിച്ചത്. പക്ഷെ അവർക്ക് തെറ്റി. ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ജനങ്ങൾ മധുര പ്രതികാരം ചെയ്തു. ആലപ്പുഴയിലെ ഷാന്റെ സ്വന്തം വാർഡിലെ ഷഹീദ് ഷാന്റെ സ്വന്തം വാർഡിൽ 701 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ SDP സ്ഥാനാർത്ഥി ജയിച്ചു. ഷാന്റെ നാടായ മണ്ണഞ്ചേരി എന്ന് പറയുന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന 6-7 വാർഡുകൾ ഉൾക്കൊള്ളുന്ന മണ്ണഞ്ചേരി ബ്ലോക്ക് ഡിവിഷനിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഷാന്റെ ഉറ്റ സുഹൃത്തും കൂടിയായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ നേതാവും കൂടിയായിട്ടുള്ള നവാസ് നൈന വലിയ ഭൂരിപക്ഷത്തോടുകൂടി മണ്ണഞ്ചേരി ബ്ലോക്ക് ഡിവിഷനിൽ വിജയിച്ചു. ആലപ്പുഴ ജില്ലയിൽ മാത്രം 6 തദ്ദേശ സ്ഥാപനങ്ങളിൽ SDP ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള നിർണായക ശക്തിയായി മാറി. അങ്ങനെ കേരളത്തിൽ ധാരാളം പഞ്ചായത്തുകൾ SDP നിർണായകമായി. ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ ആവശ്യപ്പെടാണ്. അപ്പൊ അങ്ങനെ പാങ്ങോട്, തിരുവനന്തപുരത്തെ പാങ്ങോട് പഞ്ചായത്തിൽ SDP 2-3 വാർഡ് മെമ്പർമാരുണ്ട്. അവിടെ പ്രാദേശിക UDF നേതാക്കൾ SDP നേതാക്കളെ സമീപിച്ചു. നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കണം. UDFകാർ ഞങ്ങളെ സമീപിച്ചു. UDFന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഞങ്ങളുമായിട്ട് സംസാരിച്ചു. ഞങ്ങളുടെ നിലപാട് അതാണ്. ഞങ്ങൾക്ക് BJP അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സംസാരിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. ആ പാങ്ങോട് പഞ്ചായത്തിൽ UDFകാർ SDP ഒന്നിച്ച് അവിടെ ഭരിക്കാൻ തീരുമാനിച്ചപ്പോ VD സതീശൻ പറഞ്ഞു SDP പിന്തുണ വേണ്ട, അതുകൊണ്ട് പ്രസിഡന്റ് രാജിവെക്കണം. അങ്ങനെ പാങ്ങോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് രാജിവെപ്പിച്ചു. കുഴപ്പമില്ല കേട്ടോ. SDP കഴിഞ്ഞ 5 വർഷക്കാലം UDFുമായിട്ട് സഹകരിച്ചിട്ടാണ് ഞങ്ങൾ ഭരിച്ചത്. അവിടുത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പ് SDP വാർഡ് മെമ്പർമാർക്കാണ് പാങ്ങോട് പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്നത്. അത് UDFുമായിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം VD സതീശനെ വേശ്യയുടെ ചാരിത്ര പ്രസംഗം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ പാങ്ങോട് പഞ്ചായത്തിൽ SDP പിന്തുണയോടുകൂടി പ്രസിഡന്റ് വേണ്ട. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അവിടെ വൈസ് പ്രസിഡന്റിലെ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ BJPക്കാരൻ വന്നു. BJPയുടെ പ്രതിനിധി ആ പാങ്ങോട് പഞ്ചായത്തിൽ വന്നത്. അത് പ്രശ്നമല്ല. അത് VD സതീശന്റെ പ്രശ്നമല്ല. പാങ്ങോട് പഞ്ചായത്തിൽ SDP പിന്തുണയോടുകൂടി കോൺഗ്രസിലെ പ്രസിഡന്റ് പാടില്ല, പക്ഷെ BJPയുടെ വൈസ് പ്രസിഡന്റ് ആകാം. ഇങ്ങനെയുള്ള കപട മതേതരത്വം പറയുന്ന പച്ചക്ക് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനെ നമ്മൾ കാണുന്നത്. കരവാരം പഞ്ചായത്തില് നമ്മൾ ആലോചിച്ച് നോക്കണം. BJPയുടെ പിന്തുണയോട് കൂടിയാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരത്ത് BJPയുടെ പിന്തുണയോട് കൂടി കോൺഗ്രസ് ഭരിക്കുന്നു. കോൺഗ്രസിന്റെ അനുഭാവിയായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർത്തുക, എന്നിട്ട് BJPയുടെ മെമ്പർമാരുടെ പിന്തുണ തേടുക, എന്നിട്ട് അധികാരത്തിൽ വരാൻ ഒരു നാണമല്ല. BJPയുടെ കൂടെ കൂട്ടാൻ VD സതീശനോട് നാണമല്ല. എന്നിട്ട് SDP-ക്കാരെ പിന്തുണ വേണ്ട. ഞങ്ങൾക്കറിയാം ഈ അസുഖം എന്താണെന്നുള്ളത്. VD സതീശന്റെ അസുഖം എന്താ ഞങ്ങൾക്കറിയാം. ഞാൻ ചില കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളെ ഈ വേദിയിൽ ഉണ്ടാവും. ലീഗിനോട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഈ മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്ക് ആശയപരമായിട്ടോ അവരോട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ലീഗിന്റെ അജണ്ട മലപ്പുറം ജില്ലയും തെക്കൻ കേരളത്തിൽ ഈരാറ്റുപേട്ടയും മാത്രമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അജണ്ട അവിടെ അവസാനിക്കുന്നതല്ല. ഞങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 102 സീറ്റാണ് കേരളത്തിലെങ്കിൽ 800ഓളം സീറ്റുകൾ ഇന്ത്യയിലുടനീളം SDP-ക്കുണ്ട്. ഞങ്ങൾ അജണ്ട ലീഗല്ലാത്തത് കൊണ്ടാണത്. ഞങ്ങൾ അജണ്ട CPM അല്ല, കോൺഗ്രസ് അല്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ മെല്ലെ മെല്ലെ ഈ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള വേട്ടയാടലുകൾ ഞങ്ങൾ നേരിടുമ്പോഴും, ഞങ്ങളുടെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോഴും, ഞങ്ങളുടെ പ്രവർത്തകർ രക്തസാക്ഷിയാകുമ്പോഴും ഒക്കെ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ലക്ഷ്യമുണ്ട് എന്നതുകൊണ്ടാണ്. അത് രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ മതേതര സംവിധാനങ്ങളും ബഹുസ്വരതയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സകലർക്കും നിർഭയമായി ജീവിക്കാൻ കഴിയുന്ന ന്യൂനപക്ഷങ്ങൾ എന്നതിന്റെ പേരിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നോക്കക്കാരും വേട്ടയാടാത്ത, ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ തമ്മിലടിക്കാത്ത ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഏകോദര സഹോദരന്മാരായി കാണുന്ന ഒരു രാജ്യമുണ്ടാക്കുന്നതിന്റെ ഏക തടസ്സം RSS ആണ്.
RSSനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് SDP പ്രവർത്തിക്കുന്നത്. ലീഗിനെതിരല്ല ഞങ്ങള്. പക്ഷെ ദൗർഭാഗ്യവശാൽ മുസ്ലിംകാർ മനസ്സിലാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് SDP എന്നാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുകാർക്ക് ഞങ്ങളൊരു അജണ്ട ആയിട്ട് മാറി. ഞങ്ങൾക്ക് അവർ അജണ്ടയേ അല്ല, പക്ഷെ ലീഗ് ഞങ്ങളൊരു അജണ്ടയാണ്. ലീഗ് ഞങ്ങളുടെ അജണ്ടയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും BJPയുമായിട്ട് ലീഗ് കൈകോർത്തു. ഈരാറ്റുപേട്ടയിലെ മുനിസിപ്പാലിറ്റിയില് CPMുമായിട്ട് കൈകോർത്തു. ഈരാറ്റുപേട്ടയിലെ വലിയ കച്ചവടക്കാരെ ചേർത്ത് പിടിച്ചു, പ്രമാണിമാരെ ചേർത്ത് പിടിച്ചു. SDP തോൽപ്പിക്കാൻ വേണ്ടി ലീഗ് തീരുമാനിക്കണം. മലപ്പുറം ജില്ലയിലെ SDP തോൽപ്പിക്കാൻ വേണ്ടി ലീഗ് തീരുമാനിക്കണം. എന്താ പ്രശ്നം? ലീഗിന് ബേജാറാണ്. ഞങ്ങളെ കൂടെ കൂട്ടാൻ നേരത്തെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞിരുന്നത് ഒരു പഞ്ചായത്ത് പോലും ഇല്ലല്ലോ നിങ്ങൾക്ക് എന്നാണ്. പക്ഷെ ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ പല പഞ്ചായത്തുകളും ഭരിക്കുന്ന SDP ആണെന്ന് മനസ്സിലായി. കേരളത്തിലെ SDP വലിയ തോതിലുള്ള വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന മുന്നണിയല്ല. നിങ്ങൾ ആലോചിക്കണട്ടോ നാട്ട് എന്റെ പ്രിയപ്പെട്ട കാരണവന്മാർ, യുവ സുഹൃത്തുക്കളും. SDP ഒരു പാർട്ടിയാണ്. ഞങ്ങളെ ഇപ്രാവശ്യം മത്സരിച്ചത് UDFും LDFും BJPയും ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന 102 സീറ്റ് ഞങ്ങൾ നേടിയത് കേരളത്തിൽ. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളില് BJPയുടെ വോട്ട് വാങ്ങി ഇപ്പൊ ഓങ്ങല്ലൂർ പഞ്ചായത്തില് ഞങ്ങളൊരു വാർഡുണ്ട്, 12ാം വാർഡ്. ഞങ്ങൾക്ക് ധാരാളം പ്രവർത്തകരുള്ള കാരക്കാട് എന്ന് പറയുന്ന പ്രദേശത്തിലെ വാർഡാണ്. ഞങ്ങളെ കഴിഞ്ഞ 5 വർഷം ഞങ്ങളാണ് അവിടെ ഭരിച്ചിരുന്നത്. ഇപ്രാവശ്യം 29 വോട്ടിന് SDP വാർഡ് നഷ്ടപ്പെട്ടു. എന്താ സംഭവം? അവിടെയുള്ള BJPയുടെ എണ്ണപ്പെട്ട വോട്ടുകൾ ക്യാഷ് കൊടുത്തു വാങ്ങി ലീഗും കോൺഗ്രസും ചേർന്നുകൊണ്ട്, എന്നിട്ട് SDP തോൽപ്പിച്ചു. ഇവിടെ RSSനും BJPക്കാർക്കും സൗകര്യം ചെയ്തു കൊടുക്കും. ഇതാണ് കേരളത്തിൽ വ്യാപകമായി നടന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള താൽക്കാലികമായ നിങ്ങൾ SDP അങ്ങ് തീർത്താൽ BJP ഇല്ലാതാവോ? BJP ഇല്ലാതാവുമെങ്കിൽ തർക്കം ഞങ്ങളും തീർന്നു തരാം. BJP ഇല്ലാതാവുമെങ്കിൽ BJP ഈ രാജ്യത്ത് RSSന്റെ അപകടം എന്ന് അവസാനിക്കുന്നോ അന്ന് ഞങ്ങൾ വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷെ BJP ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? RSSന് ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ടോ? PK കുഞ്ഞാലിക്കുട്ടി നേരത്തെ കേന്ദ്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. പോകുമ്പോ പറഞ്ഞ ഞങ്ങൾ BJPയെ ഇല്ലാതാക്കാൻ വേണ്ടി പോവാണെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ BJP അധികാരത്തിൽ വന്നപ്പോ കേന്ദ്ര തലത്തിലൊരു മന്ത്രിസ്ഥാനവും ഒന്നും കിട്ടൂല അഹമ്മദിന് ശേഷം എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം വീണ്ടും മലപ്പുറം ജില്ലയിലേക്ക് വന്നു. പേരിന് ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കില്ല. അദ്ദേഹം ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരുപാട് 10,000-കണക്കിന് മനുഷ്യർ തന്റെ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈ പാർട്ടി എന്ന് ചിന്തിക്കുന്ന 10,000-കണക്കിന് പ്രവർത്തകരുള്ള RSSനെയും BJPയും ഒക്കെ ഇല്ലാതാക്കാം, ലീഗ് മതിയാകും എന്ന് ഇപ്പോഴും അബദ്ധവശാൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്. അത് നേതാക്കന്മാരെ കുറച്ച് ഉത്തരവാദിത്വം കൂടി പ്രവർത്തിക്കണ്ടേ? നിങ്ങൾ SDP തോൽപ്പിക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ BJP വരാതിരിക്കാൻ നിങ്ങളുടെ കോൺഗ്രസുകാരോടൊന്ന് പറഞ്ഞൂടെ? VD സതീശനോട് പറഞ്ഞൂടെ? LDFും UDF ആയിട്ടൊക്കെ ഒന്നിച്ച് നിന്നുകൂടെ? SDP തകർക്കാൻ വേണ്ടി നിങ്ങൾ സമയം കഴിയുന്ന നേരം. അതുകൊണ്ട് തന്നെ SDP പറയാനുള്ളത് ഞങ്ങൾ രാഷ്ട്രീയ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോവാൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ മുന്നണി രാഷ്ട്രീയത്തിനിടയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നേരിട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണകൂടം തന്നെ അവർ വേട്ടയാടാൻ തീരുമാനിച്ച രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാമത്തെ പാർട്ടിയാണ് SDP എന്ന് ഞങ്ങൾക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. അത്തരം കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ വഴിയിൽ ജയിലുണ്ടാകാം, ഈ വഴിയിൽ യാതനകൾ ഉണ്ടാകാം, പീഡനങ്ങൾ ഉണ്ടാകാം, രക്തസാക്ഷിത്വം വരിക്കാം എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ SDP പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഞങ്ങൾ സ്വപ്നം കാണുന്ന ഒരു നാട്, ഒരു രാജ്യം ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരു നാടുണ്ടാകും, ഈ നാട്ടിലെ ജനങ്ങളെ ഞങ്ങളുടെ കൂടെ നിൽക്കും, SDP മനസ്സിലാക്കും, SDPയുടെ രാഷ്ട്രീയത്തെ തിരിച്ചറിയും എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെയാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഞങ്ങൾ നിർണായകമായ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും SDP മാറ്റി നിർത്താൻ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടിയാണ്.
ഇപ്പോ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്നും പൂനെയിൽ നിന്നും നമ്മളെ SDP-യുടെ മെമ്പർമാർ ഉണ്ടായ വിവരം നമ്മളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യത്ത് ഇന്ത്യയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP